ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് 1ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ആയിരുന്നു എക്സാം. അപ്പോൾ വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് ഓരോന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1, ലിസൺ ആൻഡ് ഡ്രോ. ദിസ് ഈസ് എമീസ് ഹൗസ്. അപ്പോൾ എമിയുടെ ഹൗസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹൗസ് കളർ ചെയ്യാനാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ കളർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലതുപോലെ പറഞ്ഞതുപോലെ കളർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ ആക്ടിവിറ്റി 2, കോൺവേഴ്സേഷൻ. സംഭാഷണം തയ്യാറാക്കാനാണ്. ദ ബേബി എലിഫൻറ്റ് വാസ് സാഡ്. അപ്പോൾ ബേബി എലിഫൻറ്റിന് വളരെയധികം വിഷമമായി. ഈ സ്റ്റാർട്ടഡ് ക്രൈയിങ്. എന്നിട്ട് ബേബി എലിഫൻറ്റ് കരയാനായിട്ട് തുടങ്ങി. എ റാബിറ്റ് സോ ഹിം. അപ്പോൾ അങ്ങനെ ഒരു റാബിറ്റ്, ഒരു മുയലിനെ കണ്ടു. കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ റാബിറ്റ് ആൻഡ് ദ ബേബി എലിഫൻറ്റ്. അപ്പോൾ ഈ റാബിറ്റും അതുപോലെ തന്നെ ബേബി എലിഫൻറ്റും തമ്മിലുള്ള കോൺവേഴ്സേഷൻ തയ്യാറാക്കാനാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് റാബിറ്റ്? വൈ ആർ യു, ദെൻ കുത്തുകുത്ത്. വൈ ആർ യു എന്താ ചോദിച്ചിട്ടുണ്ടാവുക? വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ബേബി എലിഫൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും നോബഡി ലൈക്സ് മീ. അപ്പോൾ ആർക്കും എന്നെ ഇഷ്ടമില്ല. ദെൻ റാബിറ്റ് ഡാഷ് ഐ ലൈക്ക് യു. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഡോണ്ട് ക്രൈ, ഐ ലൈക്ക് യു. നീ കരയണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ ബേബി എലിഫൻറ്റ് എന്ത് പറയും? താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ ആക്ടിവിറ്റി 3, ഡിസ്ക്രിപ്ഷൻ ആണ്. ദ 3 കിറ്റൻസ് വെൻ ടു എമീസ് ഹൗസ്. അപ്പോൾ 3 കിറ്റൻസും എമിയുടെ വീട്ടിൽ പോയി. ആ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. എന്തൊക്കെ പിക്ചറിൽ കാണുന്നുണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ അത് എഴുതാനാണ് നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. എമി ഈസ് sitting dash. Amy is sitting on the chair. A fish is in the dish. The rat is on the drum. പിന്നെ എന്തൊക്കെ കാണുന്നത്? A ball is in the box. A frog near the ഡോർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമുക്ക് ഈ പിക്ചറിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്? എമി ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. എ ഫിഷ് ഈസ് ഇൻ ദ ഡിഷ്. ദ റാറ്റ് ഈസ് ഓൺ ദ ഡ്രം. എ ബോൾ ഈസ് ഇൻ ദ ബോക്സ്. എ ഫ്രോഗ് നിയർ ദ ഡോർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ദെൻ അടുത്ത ആക്ടിവിറ്റി റിഡിൽ കംപ്ലീറ്റ് ചെയ്യാനാണെന്ന്. ഐ ആം എ ബേർഡ്, ഐ ആം ഗ്രീൻ. അപ്പോൾ ആരായിരിക്കും ഞാൻ? ഞാനൊരു ബേർഡാണ്, എൻ്റെ നിറം പച്ചയാണ്. അപ്പോൾ ആരായിരിക്കും? ആരിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പാരറ്റ്. ഓക്കെ, പാരറ്റ്. ദെൻ അടുത്തത് ഐ ആം എ ബ്ലാക്ക് ബേർഡ്, ഐ ക്ലീൻ യുവർ ഹൗസ്. അപ്പോൾ ഞാനൊരു കറുത്ത പക്ഷിയാണ്, ഞാൻ നിങ്ങളുടെ വീടൊക്കെ വൃത്തിയാക്കും. അപ്പോൾ അത് ആരിനെ കുറിച്ചിട്ടാണ്? കാക്കയെ കുറിച്ചിട്ടാണ്. ക്രൗ. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൽ ക്രൗ എന്ന് എഴുതുക. ദെൻ മേലത്തെ ബോക്സിൽ പാരറ്റ് എന്ന് എഴുതുക. ദെൻ അടുത്തത് ഐ ആം എ ബേർഡ്, ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്. ഞാനൊരു പക്ഷിയാണ്, എനിക്ക് രാത്രി സമയത്താണ് കാണുക. അപ്പോൾ ആരാണ്? ഔൾ. മൂങ്ങയെ കുറിച്ചിട്ടാണ് ഔൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഞാനാണ് കാട്ടിലെ രാജാവ്. ഐ ക്യാൻ റോർ. അപ്പോൾ ആരിനെ കുറിച്ചിട്ടാണ്? ലയൺ. LION. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി മോർ ലൈൻസ് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഒരു പോയം തന്നിട്ടുണ്ട്, ഒരു പാട്ട് പോലെ. അപ്പോൾ അതിൽ കൂടുതൽ ലൈനുകൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദെൻ കാറ്റ് 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 ക്യൂട്ട് വൈറ്റ് കാറ്റ് മൈ പെറ്റ് കാറ്റ് കാറ്റ് ക്യാൻ റൺ. അപ്പോൾ ഇനി അടുത്തത് ഡൗ ഡൗ ഡൗ. അടുത്തത് ഡൗവിനെ കുറിച്ചിട്ടാണ്. Dove, 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 cute grey dove, my pet dove, dove can fly. Okay. ഇനി അടുത്തതൊരു ഡോഗിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഡോഗിനെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം? ഡോഗ് 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 ക്യൂട്ട് വൈറ്റ് ഡോഗ് മൈ പെറ്റ് ഡോഗ് ഡോഗ് ക്യാൻ റൺ. അപ്പോൾ ഇങ്ങനെ എഴുതുക. ഒന്നില്ലെങ്കിൽ ഡോഗിനെ അല്ലെങ്കിൽ ഫിഷിനെ കുറിച്ചിട്ടും എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതെല്ലാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.